നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് പി വി ശ്രീനിച്ചൻ. ഞാനാണ് കുന്നത്താട് MLA. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2025 നിന്നുകൊണ്ട് 25 വർഷം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി 2050. വളരെ ഭാവനാസമ്പന്നമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയണമെങ്കിൽ തീർച്ചയായിട്ടും ആ 25 വർഷം എങ്ങനെയായിരിക്കണം ഈ നിയോജകമണ്ഡലത്തിന് നമ്മൾ പ്ലാനിങ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ വെല്ലുവിളികളുമുണ്ട്. തീർച്ചയായിട്ടും ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കേവലം നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല. ഒരു ഉദാഹരണത്തിന് റോഡ് നിറയെ കാറുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ആ കാറുകൾ ഓടിക്കാൻ അറിയുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളൊരു വികസനം. അതുപോലെ തന്നെയാണ് ഏതൊരു ഡെവലപ്മെൻറ്റും നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിന് പ്രാപ്തമായിട്ടൊരു ജനതയെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ച് അവരെ പ്രാപ്തമാക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ് ഒരു ജനപ്രതിനിധിയുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സർക്കാർ സ്കൂളുകളിലെ കുട്ടികളെ, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന കുട്ടികളെ കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ അവരെ യഥാർത്ഥത്തിലുള്ള ഒരു നേർവഴി കാണിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം അടക്കം അവർക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക, അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കുക, അവർക്ക് ആവശ്യമായ കായിക പരിശീലനം കൊടുക്കുക എന്നുള്ള നിരവധിയായിട്ടുള്ള മേഖലകളിലേക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പ്രാപ്തമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.